അതെ, ചില ഏജൻസികളുണ്ട്, ശൈഖാണെന്ന് പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട്. അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും. അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും? ആലിമീങ്ങളെ ഒന്നും സ്വീകരിക്കണ്ട, അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയൊന്നും വേണ്ട, പിന്നെ നമുക്കെന്തിനാ സംഘടന എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്. അൽഹംദുലില്ലാ, കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. അതേസമയത്ത് വേറെ ഒരു പണ്ഡിത സഭയുണ്ട്, അതും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭ തന്നെയാണ്. അതിലുള്ള ആലിമീങ്ങളെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം. എല്ലാം അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഖൽബിലേക്കാണ്. ഇഖ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലമുണ്ടാകും. ഇഖ്ലാസ് ഇല്ലാതെ സ്ഥാനവും മാനവും കിട്ടാനാണോ അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ അതുണ്ടാകും. അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഖ്ലാസാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ. പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അതിന് ജീവനുള്ളൂ. മഹാനായ ഇമാം ഇബ്നു അത്താഇൽ സിക്കന്ദരി റളിയല്ലാഹു അൻഹു അതല്ലേ അവിടുത്തെ ഹിക്മയിൽ പറഞ്ഞത്, അൽ അഅമാലു സുവറുൻ ഖായിമത്തുൻ, പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ്, രൂപങ്ങൾ മാത്രമാണ്. വഅർവാഹുഹാ സിറുൽ ഇഖ്ലാസി ഫീഹാ, ആ പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് പറയുന്നത് സിറുൽ ഇഖ്ലാസി ഫീഹാ, അതിൽ പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുക എന്ന രഹസ്യമാണ്. അതാണ് റൂഹ്. അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒന്നിലധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഈ സ്റ്റേജിലും സദസ്സിലും രണ്ട് സംഘടനകളിലും വെവ്വേറെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തകന്മാരെയും സംഘടനയൊക്കെ വളർത്തുന്നതിന് മുമ്പുള്ളൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് എല്ലാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരും ചിന്തിക്കണം. മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ വലിയാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ? എത്ര വലിയ ആലിമീങ്ങളാണ് മഹാനവറുകളുടെ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, സദഖത്തുൽ മുസ്ലിയാർ, കീഴന ഉസ്താദ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എത്ര ആലിമീങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ്. ഈ പൂക്കോത്ത് ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട കാങ്ങാട്ട് കുഞ്ഞബ്ദുൽ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും, അവർക്കൊക്കെ അല്ലാഹു അവരുടെ ഖബറിൽ ദറജ കൊടുക്കട്ടെ. അങ്ങനെയുള്ള മഹാന്മാർ ഈ പാനൂരിൽ എത്രയോ കാലം ദർസ് നടത്തിയ ആളാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു. ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച ഒരു സ്ഥാപനം, അവിടുത്തെ ഗുരുനാഥനാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, പേര് ഹാജി എന്നാണ് വിളിക്കാറ്, അവരുടെ ശിഷ്യനാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. അവരുടെ ശിഷ്യൻ തന്നെയാണ് ഉള്ള ഔലിയാക്കളെയും അമ്പിയാക്കളെയും മുഅ്ജിസത്തും കറാമത്തും ഇസ്തിഗാസയും തവസ്സുലും ബറക്കത്തും ഒക്കെ ചോദ്യം ചെയ്താണ് കെ എം മൗലവിയും. അതേ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹിദായത്ത് പോയി. അദ്ദേഹം പുത്തൻവാദിയായി പോയി, അദ്ദേഹം കറാമത്ത് നിഷേധിയായി പോയി. അതുകൊണ്ട് തന്നെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഇരിക്കുന്ന സ്റ്റേജ്, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ഇരിക്കുന്ന സ്റ്റേജ്, അവിടുന്ന് അധ്യക്ഷനായ സ്റ്റേജ്, നാദാപുരത്ത് സംവാദം നടക്കുമ്പോൾ കെ എം മൗലവിയും കക്ഷികളും ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർക്കെതിരെ പറയാൻ വന്നിരിക്കുകയാണ് കാളവണ്ടിയിൽ കിതാബുമായിട്ട്. അവിടെ നിന്നാണ് പിന്നെ ലാത്തങ്കത്തിയു കറാമത്തുൽ ഔലിയായി, ഔലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്ന് പോവില്ല എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അതൊന്ന് രഹസ്യമാക്കി വായിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ നാദാപുരത്തെ വലിയ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട തർക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അതിനെ പിടികൂടി ചോദ്യം ചെയ്തത്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അത് വായിച്ചു പിടിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവர்கள் ഓതിപ്പടിച്ച ഒരു സ്ഥാപനം, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ ശേഷം ദർസ് നടത്തി മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് ഓതിക്കൊടുത്ത സ്ഥാപനം. കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ മഹാനായ താജുൽ ഉലമ, അതേ ബഹുമാനപ്പെട്ട
താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾക്ക് കിതാബ് ഓതിക്കൊടുത്ത സ്ഥാപനം അതാണ് വാഴക്കാട് ദാറുൽ ഉലൂം. ആ വാഴക്കാട് ദാറുൽ ഉലൂം സ്ഥാപനം ഇന്ന് ആരുടെ കയ്യിലാണ്? അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളി പഠിക്കുമ്പോൾ എനിക്ക് കുറേ മറ്റ് മദ്ഹബുകളിലുള്ള കിതാബുകൾ നോക്കേണ്ട ഒരു അവസരമുണ്ടായി. അന്ന് പല കിതാബുകളും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി താമസിച്ച് കിതാബ് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവിടുത്തെ മാനേജർ ഒരു ജമാഅത്തുകാരനാണ്. അദ്ദേഹത്തെ അവിടുത്തെ നമ്മളെ SSFന്റെ കുട്ടികൾ സ്വാധീനിച്ചിട്ടാണ് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടിയത്. ഇന്നും അവരെ കയ്യിലാണ് ആ സ്ഥാപനം. അതെന്തുകൊണ്ട് സംഭവിച്ചു? പോകട്ടെ, മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളുടെ അനുസ്മരണം നടക്കുന്ന മാസമാണിത്. താജുൽ ഉലമയും നൂറുൽ ഉലമയും അനുസ്മരിക്കുന്ന മാസമാണിത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മർഹൂം ബാഫഖി തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള വലിയ വലിയ മഹാന്മാരുടെ പ്രവർത്തന ഫലമായി കോഴിക്കോട് പാളയം മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചു. ആ പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലല്ലേ? അതിൻ്റെ അപ്പുറത്ത് അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഷാദിലി പള്ളി നിർമ്മിച്ചു. അതിന്ന് പുത്തൻവാദിയുടെ കയ്യിലല്ലേ? ഇനി അതിൻ്റെ ഇപ്പുറത്ത് അതേ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി A ക്ലാസ് സുന്നിയായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പട്ടാളപ്പള്ളി നിർമ്മിച്ചു. ആ പള്ളി ഇന്ന് പുത്തൻവാദിയുടെ കൈവശത്തിലല്ലേ? അവിടെ ഒരു മുഹീദ്ദീൻ റാത്തീബ് ചൊല്ലാൻ പറ്റുമോ? അവിടെ ഒരു ഷാദിലി റാത്തീബ് ചൊല്ലാൻ പറ്റുമോ? അവിടെ ഒരു മൗലിദ് ഓതാൻ പറ്റുമോ? പോകട്ടെ, അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നിയ്യത്തുണ്ടോ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയത്? നമുക്ക് സംഘടനാശക്തി ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അന്ന് നമുക്ക് സംഘടനാശക്തി ഇല്ലായിരുന്നു. ഇന്നതുപോലെ എന്തേ നമ്മളെ പള്ളി നഷ്ടപ്പെടാത്തത്? കുറ്റിയാടിയിൽ 11 മഹല്ലുകളിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ? ഇപ്പോഴെന്തേ ഒറ്റ നഷ്ടപ്പെടാത്തത്? അതിന്റെ കാരണം സുന്നികൾ സുശക്തരാ. അവർ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാ. അതൊന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ, അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി പഴയ കാലത്ത് പിടിച്ചതുപോലെ ഇന്ന് പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല. ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ ദിനേന നഷ്ടപ്പെട്ടേനെ, നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ. ഞാൻ പറഞ്ഞില്ലേ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച സ്ഥാപനം മറ്റൊരാളെ കയ്യിലായില്ലേ? ഇന്നങ്ങനെ പോവില്ല. കാരണം അവിടെ ചോദ്യം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുണ്ടാകും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത്, ഈ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട്. അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും, എന്തിനീ സംഘടന വേണമെന്നുണ്ടോ? സ്വർഗത്ത് കടക്കാൻ നമ്മളങ്ങ് നന്നായി നടന്നാൽ പോരെ, ഒരു ശൈഖ് ഉണ്ടായാൽ പോരെ. അങ്ങനെയൊന്നും മതിയാവില്ല. ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനിനെ നശിപ്പിക്കുന്ന കാലമാണിത്. അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം. അവിടെ ഞാൻ പറയാണ്, ഇങ്ങനത്തെ സദസ്സ് പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാർ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സദസ്സാണ്. കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു, മൂസ മുസ്ലിയാരെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു അവരെ സ്നേഹിക്കുന്നു, അതുപോലെ വടകര മുഹമ്മദ് ആജി തങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേഖലകളാണ് ഇത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ. മൂസ മുസ്ലിയാരെ സ്നേഹിച്ച് വരുന്നതാണ് ഇവിടെ ആൾക്കാർ. പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ്, നിങ്ങൾ വന്നതും അങ്ങനെയാണ്. അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കയറി വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ്. അദ്ദേഹം എൻ്റെ സംഘടനയുടെ പ്രവർത്തകനല്ല, പക്ഷേ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം. സിറാജുലുദ്ദീൻക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം. എന്തുകൊണ്ട്? അദ്ദേഹം അവിടെ സംഘടന നോക്കിയിട്ടില്ല. അദ്ദേഹം നോക്കിയത് ദീനിന് ഉപകരിക്കോ ഇല്ല എന്നാണ് നോക്കിയത്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോഴത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു. സിറാജുൽ ഹുദയെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തു. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചോടോ, നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ? നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പുര ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു.
നിനക്കൊരു ചെറിയ മൂത്രപ്പുര ഉണ്ടാക്കാൻ കഴിയുമോ? ഈ കാണുന്ന കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ? അല്ലല്ലോ. എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ? മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ? അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ? എല്ലാവരും പഠിക്കുന്നില്ലേ? ഇത് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ? അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിനിടങ്കോലിടാനാണോ നീ ഹരജ് കൊടുക്കേണ്ടത് എന്ന് ആ ഹരജ് കൊടുത്ത ആളോട് വിളിച്ചു ചോദിച്ചു അദ്ദേഹം. ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം, അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. സംഘടന ഒന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ, നല്ലത് ചെയ്യുമ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം, ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത്. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അപ്പൊ നമ്മൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അതാണ് അവിടുന്ന് വിശദീകരിച്ചത്. നീ ഒരിക്കലും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കണ്ടുപെട്ടു പോകരുത്. നീ നിന്നെ സംബന്ധിച്ച് സ്വന്തത്തിൽ ആലോചിച്ച് നോക്കണം. നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ച് നോക്കണം. നീ പടച്ചവന്റെ അടുക്കൽ ക്ലിയർ ആണോ? അല്ലേ? അള്ളാഹു അല്ലേ തരുന്നവനും തടയുന്നവനും? അള്ളാഹു അല്ലേ ദുനിയാവും ആഖിറവും തരുന്നവൻ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കണം. ഇതാണ് ഏത് സദസ്സിലും നമുക്കെപ്പോഴും എന്നോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടല്ല വയത് പറഞ്ഞത്, ഞാൻ വയത് പറഞ്ഞത് എന്നോടാണ്. കാരണം അമർത്തുകൽ ഖൈറ ലാകിൻ മഅ്തമർതു ബിഹി. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ഖൈറായ കാര്യം പറയുന്നു. അമർതു ബിഹി, അതെ, അതെനിക്ക് വേണ്ടതുപോലെ പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അതിന് ഫലം കുറഞ്ഞേക്കും. ഇമാം ബൂസരി അങ്ങനത്തെ ആളല്ല. പക്ഷെ ഇമാം ബൂസരി താഴ്മ കൊണ്ട് പറയാണ്, ഞാൻ മറ്റുള്ളവർക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, പക്ഷേ ഞാനത് പാലിക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ ഭയം. അത് തന്നെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഗസാലി ഇമാമിനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യമുണ്ട് കേട്ടോ, നീ അരം പോലെയായി പോകരുതേ. അരം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്? അരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മൂർച്ച ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണത്. അരം കൊണ്ട് എല്ലാറ്റും മൂർച്ച ഉണ്ടാക്കും, പക്ഷെ അരത്തിന് മൂർച്ച ഉണ്ടാവില്ല. ഒരു തക്കാളി മുറിക്കാൻ പോലും അത് പറ്റൂല. അതുപോലെ ആയി പോകരുത്, സ്വന്തത്തിൽ മൂർച്ച വേണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് സഹോദരൻ ഉപദേശിച്ചത് കിതാബുകളിൽ നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും അവനവന്റെ കാര്യത്തിൽ ചിന്തയുള്ളവരാകണം. നമ്മൾ ആഖിറൻ രക്ഷപ്പെടണം. നമ്മൾ എന്തിനാണ് സാലിഹീങ്ങളെ സ്നേഹിക്കുന്നത്? നമ്മൾ എന്തിനാണ് മഹാന്മാരെ ആദരിക്കുന്നത്? നമ്മൾ എന്തിനാണ് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത്? നമ്മൾ എന്തിനാണ് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത്? അതെല്ലാം നമ്മൾ ആഖിറൻ രക്ഷപ്പെടാനാണ്. ദുനിയാവ് രക്ഷപ്പെടാൻ അത് ആവശ്യമില്ല. അതേ അംബാനിയും അഡാനിയൊന്നും അതേ ഔലിയാക്കളെ സ്നേഹിച്ചിട്ടല്ലല്ലോ പണക്കാരായത്. അല്ലേ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിച്ചിട്ടാണോ? അല്ലല്ലോ. ദുനിയാവിന് വേണ്ടിയല്ല നമ്മൾ സാലിഹീങ്ങളെ സ്നേഹിക്കുന്നത്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നത്, സയ്യിദന്മാരെ ആദരിക്കുന്നത്, നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്, മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നത്. നമ്മളെ സ്നേഹം അത് അല്ലാഹുവിന് വേണ്ടി. നമുക്ക് മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കണം. നമുക്ക് നന്നായി മരിക്കാൻ കഴിയണം. സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ കഴിയണം. മലക്കുകൾ സമാധാനിപ്പിക്കുന്ന വിധത്തിൽ മരിക്കാൻ കഴിയണം. ബുശ്റ ബിരിദ്വാനില്ലാഹി വകറാമത്തിഹി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? അള്ളാഹുവിൻ്റെ കറാമത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ സന്തോഷം കൊണ്ടും സന്തോഷ വാർത്ത പൊരുത്തം കൊണ്ടും സന്തോഷ വാർത്ത പറയാൻ മലക്കുകൾ വരും. ആരുടെ അടുക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന, അങ്ങനെ അള്ളാഹുവിൽ എപ്പോഴും ചിന്ത വെച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ അതാ സന്തോഷം പറയാൻ മലക്കുകൾ വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ മൂസ മുസ്ലിയാർ അടുക്കൽ വന്നതും, ഞങ്ങൾ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ അടുക്കൽ പോകുന്നതും, ഞങ്ങൾ അവിടെ അലിയുൽ കൂഫി തങ്ങളുടെ സമീപത്ത് പോകുന്നതും, ഞങ്ങൾ ശംസുൽ ഉലമാ ഖുതുബി തങ്ങളുടെ സദസ്സിൽ അടുക്കൽ പോകുന്നതും, ഞങ്ങൾ ഏത് മഹാന്മാരെ സന്ദർശിക്കുന്നുണ്ടോ അതെല്ലാം നിന്റെ അടുക്കൽ അംഗീകാരം ലഭിച്ച് ഞങ്ങളുടെ ഖാത്തിമത്ത് നന്നാകാനാണ്, ഞങ്ങളുടെ ആഖിബത്ത് നന്നായി കിട്ടാനാണ്, അവരുടെ കൂടെ പോയി ചേരാനാണ്,
അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ നിന്റെ പൊരുത്തത്തിലായി പ്രവർത്തിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങളുടെ സംരംഭങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. ഞങ്ങളാരെയെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സും നന്നാക്കി തരണം റഹ്മാനെ. അങ്ങനെ നീ പൊരുത്തപ്പെട്ട ഖൽബുൻ സലീം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിന്റെ സമ്പത്ത് ഉപകരിക്കൂല, നിന്റെ ആൺമക്കൾ ഉപകരിക്കൂല, ഒരു മക്കളും ഉപകരിക്കൂല. പഠിച്ചവന്റെ അടുക്കലെത്തുമ്പോൾ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും ഉപകരിക്കൂല. ഖുർആനാണ്. അതേപോലെ റബ്ബ് വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, അതേ അൽഅഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്. എല്ലാ സുഹൃത്തുക്കളും പടച്ചവന്റെ കോടതിയിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. സുഹൃത്തുക്കൾ ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, വളരെ ശുദ്ധമായ മനസ്സും അതോടുകൂടി ഹറാമുകൾ പ്രവർത്തിക്കാതെ, വുജൂബുകൾ കൈയൊഴിക്കാതെ, പടച്ചവൻ കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ച് ഭരിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്കെല്ലാം അൽഅഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്, സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാണ് കേട്ടോ. അപ്പം നമ്മളെ ഖൽബ് തഖ്വയുള്ള ഖൽബാകണം, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ ഖൽബാകണം. അതിന് നമ്മൾ ദുആ ചെയ്യുന്നു. സയ്യിദന്മാർ ദുആ ചെയ്യുന്നത് അതിനാണ്, നമ്മൾ ആമീൻ പറയുന്നത് അതിനാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ സംഗമിക്കുന്നതും പങ്കുചേരുന്നതും അതിനാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, ഭക്തിയുള്ള മനസ്സ് വേണം. اللهم إني أعوذ بك من قلب لا يخشع ومن نفس لا تشبع. എത്ര കിട്ടിയാലും മതി വരാത്ത ശരീരത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, വയറ് നിറയാത്ത ശരീരത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, മനുഷ്യന് അല്ല കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അല്ല തന്നതൊക്കെ വലുതാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. പിന്നെയും അയാൾക്ക് അത്ര ഉണ്ടല്ലോ, ഇയാൾക്ക് അത്ര ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. ഒമിൻ നഫ്സിൻ ലാ തശ്ബഅ ഒമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, നിന്നോട് കാവൽ ചോദിക്കുന്നു ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന്. അതേപോലെ തന്നെ എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടണമെന്ന ചിന്തയുമായി, അതേ നേരത്തെ പറഞ്ഞില്ലേ, ആ അഴുക്കിചാലിൽ നിന്ന് പെറുക്കി തിന്ന നായയുടെ സ്വഭാവമാണത്. അങ്ങനെ പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടാൻ വേണ്ടി കളവും പറയും, ചീത്തയും പറയും, വെറുപ്പും പറയും. അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് പോകുന്നതിന് പകരം അല്ലാഹ് തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് തരണേ അല്ലാഹ്. നബിതങ്ങൾ ദുആ പഠിപ്പിക്കാണ്, മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകരിക്കാത്ത അറിവിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, അറിവുണ്ട്, പക്ഷേ അത് ഉപകരിക്കുന്നില്ല, അവനവന് ഉപകരിക്കുന്നില്ല, ദുന്യാവിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതിന് ഇൽമ് വേണമെന്നില്ലല്ലോ. അടാനിക്കും അംബാനിക്കും ഇൽമ് കിട്ടിയിട്ടല്ലല്ലോ പടച്ചവൻ പണം കൊടുത്തത്. ദുന്യാവിന് വേണ്ടിയല്ലല്ലോ ഇൽമ് ഉപയോഗപ്പെടുത്തേണ്ടത്. വമിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, പടച്ച റബ്ബേ, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ എല്ലാ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഉത്തരം കിട്ടുന്നതാക്കി തരണം അല്ലാഹ്. ഇവിടെ വന്നപ്പോഴും പലരും പല വിഷയത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ആര് എന്ത് ഉദ്ദേശം വെച്ച് ഇവിടെ വന്നവരുണ്ടോ, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ,
ഏത് കാര്യമുണ്ടോ നീ ഹൈറായത് മുഴുവനും സാധിപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ ഖൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ അത് നീ വിജയിപ്പിച്ചു തരണം അല്ലാ. നീ പൊരുത്തപ്പെടാത്ത എന്ത് കാര്യങ്ങളുണ്ടോ ഹറാമുണ്ടോ ഞങ്ങൾ അതിൽ നിന്ന് നീ തട്ടിത്തിരിക്കണം അല്ലാ. അതിൽ കൊണ്ടുപോയി ചാടിക്കരുത് അല്ലാ. പടച്ചറബേ, പല കേസിലും പെട്ടവരുണ്ട്, നീ അവരെ രക്ഷപ്പെടുത്തണം അല്ലാ. ജയിലിൽ കിടക്കുന്ന എത്രയോ നിരപരാധികളുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഫോൺ ചെയ്തു. ആ സ്ത്രീ പറയുന്നത് എന്താണ്? 3 മക്കളുണ്ട് ഉസ്താദേ, ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം ഫോണിൽ വേറെ പെണ്ണിൻ്റെ ചിത്രമാണ്, വേറെ പെണ്ണുമായുള്ള ബന്ധമാണ്. ഞാൻ കുറേ ചോദ്യം ചെയ്തു അവളെ, നീ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അപ്പോൾ അവളിങ്ങനെ തുറന്നോരോന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ്? അതും സാധാരണക്കാരനല്ല, ചിലപ്പം ബിരുദുള്ള ആളാണ്, മുസ്ലിയാരാണ് എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെപ്പോലും അതേ തഖ്വ കിട്ടുന്നില്ല, ഖൽബിൽ ചിന്ത വരുന്നില്ല. ഒരു അന്യപെണ്ണിനെ കാണുമ്പോൾ നുറിച്ച് നോക്കുകയാണ്, ദുന്യാവ് കാണുമ്പോൾ ഹറാമും ഹലാലും ഇല്ല, കള്ളം പറയാണ്, അതേ വേണ്ടാത്തതിൽ ഇടപെടുകയാണ്. ഇങ്ങനെ ആയിക്കൂടല്ലോ. അങ്ങനെ വന്നാലുണ്ടോ ദുആക്ക് ഉത്തരം കിട്ടുന്നു? വമിൻ ദഅവത്തില്ലാ യുസ്തജാബു ലഹാ. ദുആക്ക് ഉത്തരം കിട്ടാൻ ഹലാലുമായി മാത്രം ബന്ധപ്പെടണം. ഹറാമുമായി ബന്ധപ്പെടുമ്പോൾ അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടൂന്നാണ് ഹദീസിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ തഖ്വയിലേക്ക് മടങ്ങണം. ആ മടക്കം ഏറ്റവും ഒന്നാമതായി മടങ്ങേണ്ടത് ഈ പാവപ്പെട്ട ഞാനാണ്. അതിന് തൗഫീഖ് ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ എന്നെക്കാൾ നല്ല നിയ്യത്തുള്ളവരായിരിക്കും. ഈ സദസ്സിലേക്ക് വരുമ്പോൾ അല്ലാഹു നമ്മളെല്ലാവരുടെ നിയ്യത്തും നന്നാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ വീടില്ലാത്തവരുണ്ട്, അവർക്ക് അല്ലാഹു വീട് എളുപ്പമാക്കട്ടെ. വേറെ ചിലർക്ക് പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, വിറ്റ് കിട്ടേണ്ടവരുണ്ട്, അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.